ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 250 ഗ്രാം ബീഫ് ഇത്രയും വലുപ്പത്തിലാക്കി മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6-7 വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാറ്റി വയ്ക്കണം. ഇത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ബീഫ് ഒരിക്കലും അരച്ചെടുക്കരുത്. ഒരു 2 സെക്കൻഡ് വെച്ച് 3-4 വട്ടം കറക്കിയെടുക്കുമ്പോഴേക്കും ബീഫ് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ബീഫ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബീഫ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഇനി ഈ ബീഫ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി എരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ സമയത്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സവാള വഴറ്റുന്ന സമയത്തായാലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടി ചേർത്ത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങിലും ബീഫിലെല്ലാം ഉപ്പുള്ള കാരണം പിന്നെ ഇതിൽ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എരിവും ഉപ്പും എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കളഞ്ഞേക്കാണ്. ഇനി ഇത് ഞാൻ സാധാ ഒരു പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കി അപ്പം തന്നെ എടുക്കണം. 2 സൈഡും ഒന്ന് മുക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കളയുക. അപ്പോൾ ബ്രെഡ് പൊട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ മേലെ ആദ്യം പ്രസ് ചെയ്യുക, പിന്നെ നടുക്കിൽ പ്രസ് ചെയ്യുക, പിന്നെ താഴെ പ്രസ് ചെയ്യുക. അങ്ങനെയായിട്ട് നമ്മൾ ഈ ബ്രെഡിലത്തെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ബ്രെഡ് പൊട്ടിപ്പോവാതെയൊക്കെ നോക്കണം. കുറച്ചൊന്നും പൊട്ടിയോണ്ടൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അതായത് 4 സൈഡൊക്കെ ഒന്ന് കനമുള്ള ഭാഗമൊക്കെ ഒന്ന് ഒരേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ആ ബീഫിൻ്റെ മസാല 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കാം. അതിനുശേഷം ബീഫിൻ്റെ 4 സൈഡിൽ നിന്നും ഇതേപോലെ ഒരു ബോൾ രൂപത്തിലാക്കുന്ന രീതിയിൽ നമുക്ക് മുന്നിലേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കയ്യിലേക്ക് ഒന്ന് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു ബോൾ രൂപത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. മേൽഭാഗത്ത് കുറച്ച് മസാലയൊക്കെ പുറത്ത് നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഈ ബ്രെഡിൻ്റെ കനം കൂടിയ ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ നീക്കിയതിന് ശേഷം മസാല എല്ലാം ഒന്നുള്ളിലേക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ ഇത് ഉരുട്ടി ഒരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡ് നനച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബോൾ രൂപത്തിലാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ മസാലയും ബ്രെഡിൻ്റെ ഉള്ളിലാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ അരികുവശങ്ങളെല്ലാം മുറിച്ചത് നമുക്കത് മസാല നിറച്ച് ബോളാക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അരികുവശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്കിത് ബോളാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഞാൻ എല്ലാ മസാലയും ബ്രെഡിൻ്റെ ഉള്ളിലാക്കി ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഞാനിവിടെ റസ്ക് ചെറിയ പീസുകളാക്കി മിക്സിയിലാക്കി പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ റസ്ക് തന്നെ വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികുവശങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതന്നെ ഒരു മിക്സഡ് ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്താലും മതി. ഇനി ഓരോ ബോളും ഈ ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോളും ബ്രെഡ് ക്രംസിൽ മുക്കി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറച്ചും ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് ബോൾ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ചെറു ചൂടോടുകൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. നന്നായി ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തുള്ളൊരു ക്രിസ്പിനെസ് കുറയും. അപ്പോൾ ചെറു ചൂടോടെ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.